ഞാൻ രണ്ടുപേരിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ രണ്ടുപേരിലേക്ക് വരാം. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും എം പിയുമായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ഒരു നിമിഷം ശ്രീ വരദരാജൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഈ സർക്കാർ പറയുന്നത് മദ്യവർജനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നയം നടപ്പാക്കുന്നു. ഈ സർക്കാർ ഒരിക്കലും, അല്ലെങ്കിൽ LDF ഒരിക്കലും പറഞ്ഞിട്ടില്ല മദ്യ നിരോധനം പ്രായോഗികമാകുമെന്ന്. ലോകത്തെവിടെയും അത് പ്രായോഗികമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. അതൊരു വസ്തുതയാണ്. ആ വസ്തുതയിൽ ഊന്നു നിന്നുകൊണ്ട് വേണം ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ. അതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു നയം നടപ്പാക്കുന്നു. ഇതിനോട് നിങ്ങൾ വിയോജിക്കുന്നത് എന്തുകൊണ്ട്? അല്ലെ, നമ്മളിപ്പോ ലോക തത്വങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തെ റിയാലിറ്റി എന്താണ് എന്നുകൂടി ആലോചിക്കണമല്ലോ. ലോകത്തുള്ള ആളുകളൊക്കെ മദ്യം കഴിച്ച് അവിടെ ഒരു സൊസൈറ്റി, ഏതെങ്കിലും ഒരു രാജ്യത്തൊരു സൊസൈറ്റി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതി വന്നാൽ അവിടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ അതിലിടപെടും. അങ്ങനെ ഒരു സ്ഥിതിയിൽ കേരളത്തെ കടലോരങ്ങളും അതുപോലെ തന്നെ കേരളത്തെ സാധാരണക്കാരും കൂലിപ്പണിയെടുക്കുന്ന ആളുകളും അവർ മദ്യപിച്ച് വന്ന് സ്ത്രീകളെ മർദ്ദിക്കുന്നു എന്നൊക്കെ തുടങ്ങി നിരവധി സോഷ്യൽ ഇഷ്യൂസ് ഇവിടെ വന്നപ്പോൾ ക്രൈം റേറ്റ് കൂടുന്നു. പലതും വന്നപ്പോഴാണ് മദ്യം ഇങ്ങനെ വ്യാപിക്കുന്നതിനെതിരായി ഒരു മൂവ്മെന്റ് കേരളത്തിൽ വന്നത്. അതിലിപ്പോ നമ്മൾ ലോകത്തെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രിട്ടീഷുകാർക്കൊക്കെ അവരെ സ്വയം നിയന്ത്രിക്കാൻ അറിയാം. നമ്മളെല്ലാവർക്കും സ്വയം നിയന്ത്രിക്കാൻ അറിയാവോ? നമ്മൾ യാഥാർത്ഥ്യങ്ങളായി കാണണം. അപ്പൊ ഇത്രയും വലിയൊരു സോഷ്യൽ പ്രോബ്ലം ആയപ്പോഴാണ് അതിനെതിരായി മദ്യവർജന സമിതി, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മതമേലധ്യക്ഷന്മാര്, ആളുകള്, സന്യാസിമാര്, അങ്ങനെ പലരും രംഗത്ത് വന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിൽ ഞങ്ങളും പെടും. അതുകൊണ്ടാണ് ഇതൊരു സോഷ്യൽ റിഫോമായി കേരളത്തില് ഇതിനൊരു നിയന്ത്രണം വന്നത്. അതിന്റെ റിസൾട്ട് ക്രൈം റേറ്റിലുണ്ടായി, പല സംഗതികളിലുണ്ടായി, വീടുകളിൽ സമാധാനം ഉണ്ടായി. ഒറ്റയടിക്ക് അതാണ് പോയിരിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് വ്യത്യാസം. അതാണ്. അപ്പൊ ലോകകാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്റ്റേറ്റിന്റെ റിയാലിറ്റി നമ്മൾ കാണണമല്ലോ. പക്ഷേ ഇവിടെ ഈ ചർച്ചയിൽ ഉയർന്നൊരു കാര്യമാണ് സാർ, ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ, ഈ നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്ന AK ആന്റണി വീടുകൾ ബാറുകളായി എന്ന് ഒരു വിമർശനം നടത്തിയത്. അല്ല, അതുണ്ടാവും. ഇതിന് പല ഇമ്പാക്റ്റും ഉണ്ടല്ലോ. AK ആന്റണി ചാരായം നിരോധിച്ച ആളാണ്. ചാരായം നിരോധിച്ചതിനെ ആരും ഇപ്പോൾ വിമർശിക്കൂല. കാരണം അത് കുടല് കരിയുന്ന സാധനമായിരുന്നു. അത് പോയി കിട്ടിയത് എല്ലാവരും ഇപ്പൊ നല്ല കാര്യമായി പറയുന്നുണ്ടല്ലോ. AK ആന്റണിയാണ് അത് നിരോധിച്ച ആ ഭരണം. അപ്പൊ അതുപോലെ എല്ലാ പരിഷ്കാരങ്ങളും 100% വിജയിച്ചു കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മളെ ഇതിൽ പിടിച്ചു നിൽക്കേണ്ടതായിരുന്നു. പിടിച്ചു നിൽക്കുന്നതിന് പകരം കംപ്ലീറ്റ് ഒരു സോമർസാൾട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് അങ്ങ് പോയി. അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഒരു കാര്യം, ഇവിടെ ഈ സർക്കാർ അതിന് പറയുന്ന കാരണം ഈ മറ്റ് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിലേക്ക് ആളുകൾ പോകുന്നു, അത് അപകടകരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ ആ വ്യക്തികൾ സമൂഹത്തിന് ഭീഷണിയായി മാറുന്നു, അതുപോലെ തന്നെ വ്യാജമദ്യം വല്ലാതെ ഒഴുകുന്നു, അത് നാം എത്ര നിയമപരമായി ശ്രമിച്ചാലും പിടിക്കാൻ കഴിയാത്ത മേഖലകളിലാണ്, ആര് വിചാരിച്ചാലും അതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ അതും ഒരു വലിയ വിപത്തായി വരുന്നു. ഇത് ഒരു സർക്കാർ അഭിസംബോധന ചെയ്യേണ്ട ഉത്കണ്ഠകളല്ലേ? തീർച്ചയായും ആണ്. പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോ ഈ ലിക്കർ നിരോധിച്ചത് കൊണ്ടാണ് ഈ മറ്റുള്ളത് ഇവിടെ വ്യാപിച്ചത് എന്നുള്ള ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള വേട്ട, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഇത് പ്രൂവ് ചെയ്യുന്നില്ല. അത്ര വലിയ ഒരു വേട്ട നടന്നു, പിടിച്ചു, അതിന് മുമ്പുള്ള കമ്പയർ ചെയ്തു, ജനങ്ങളത് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ എല്ലാവരും മയക്കുമരുന്നിനേക്കാൾ നല്ലത് മറ്റേ സ്ഥിതിയാണ് എന്ന് പറയല്ലോ. അങ്ങനെ ഒന്നും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അത് പ്രചരണത്തിന് ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇപ്പോ ലിക്കർ ഫ്രീ ആക്കിയതുകൊണ്ട് മയക്കുമരുന്ന് നിൽക്കും എന്താ ഉറപ്പ്? രണ്ടും കൂടി ആവും എന്നാണ് സ്ഥിതിയാണ് ഉണ്ടാവുക. അപ്പൊ അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇതിനനുകൂലമായ വാദഗതികൾ പറയുന്നവർ പറയുന്നു മാത്രമേ ഉള്ളൂ. അവസാനമായി ഒരു കാര്യം കൂടി, എന്തായാലും AK ആന്റണി വിമർശിക്കുന്നു, ചതി, വഞ്ചന, വാഗ്ദാന ലംഘനമെന്ന് പറയുന്നു, ഉമ്മൻചാണ്ടി വിമർശിക്കുന്നു, രമേശ് ചെന്നിത്തല വിമർശിക്കുന്നു, താങ്കൾ വിമർശിക്കുന്നു. എന്ന് വെച്ചാൽ കേരളത്തിലെ UDF നേതൃത്വം ഒറ്റക്കെട്ടായി ഈ സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ സർക്കാർ തിരുത്തണമെന്ന് ഉമ്മൻചാണ്ടി എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, വിനയത്തോടെ മുഖ്യമന്ത്രിയോട് അത് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറം ഇത് തിരുത്തപ്പെടില്ല എന്നതൊരു സത്യമല്ലേ ശ്രീ കുഞ്ഞാലിക്കുട്ടി? എങ്ങനെ ഇതിനെ ഒരു തിരുത്തൽ പ്രക്രിയയെ ശക്തമാക്കാൻ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയും? അല്ല, അതിപ്പോ നാളെ UDF ചേരുന്നുണ്ട്. ഇപ്പൊ ഭരിക്കുന്ന കക്ഷിക്ക് വ്യക്തമായി അവർക്ക് നല്ല മെജോറിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് തീരുമാനിച്ചാൽ നടപ്പിലാവും.
ജനവികാരം കൊണ്ട് തിരുത്തേണ്ടി വരും എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങള് ജനവികാരം ഇതിനെതിരാണ് എന്നുള്ളത് ഞങ്ങൾ പ്രൂവ് ചെയ്യും. അതിലൂടെ ഗവൺമെന്റ് തിരുത്തേണ്ടി വരും, ഗവൺമെന്റിന് മനസ്സിലാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചതിന്. ശ്രീ സുനിൽ കുമാർ, ഇവിടെ ഈ 3 സ്റ്റാർ മുതൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തൊട്ടൊരു വലിയ ആശങ്കയാണ്. ഇന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഈ നയത്തെ വിശേഷിപ്പിച്ചത് മദ്യവിതരണ നയമെന്നാണ്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന 800 ചില്ലാനത്തോളം ബാറുകളുടെ കണക്കെടുക്കുകയാണ് എങ്കിൽ ഈ ദേശീയപാതയിലെ നിരോധന ഉത്തരവ് വന്നതോടെ തന്നെ സിംഹഭാഗവും പൂട്ടുകയാണ്. പിന്നെ ബാക്കി ഈ പറയുന്ന സ്റ്റാർ പദവിയുടെ പ്രശ്നങ്ങളും കൂടി, അതിൻ്റെ മറ്റ് നിയമവശങ്ങളും കൂടി, അതിൻ്റെ വൃത്തി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി പരിശോധിച്ച് വരികയാണ് എങ്കിൽ ഒരു 150-ൽ താഴെ ബാറുകളിൽ 120 താഴെ വരുള്ളൂ. ഇപ്പം ഞങ്ങളുടെ 2014 ശ്രീ ഉമ്മൻചാണ്ടി ബാർ നിരോധനം നടപ്പിലാക്കും. ബാറാണ് നിരോധിച്ചത്, വിദേശ മദ്യം നിരോധിച്ചിട്ടില്ല. ബാറ് നിരോധിച്ചപ്പോഴത്തേക്കും ഏകദേശം 700ഓളം ബാറുകളന്ന് നിലവിലുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് വരുന്നത് 120 ബാറുകളാണ്. അതുകൊണ്ട് ഈ രാജ്യത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വ്യവസായത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഗവൺമെൻറ് ചെയ്ത ടൂറിസം വ്യവസായത്തിനെയും ഈ ഹോട്ടൽ വ്യവസായത്തിനെയും പിടിച്ചു നിർത്താൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തൊരു വലിയ സഹായമാണിത്. അല്ല, ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യവും ഇത് തെറ്റായൊരു കാര്യമായിട്ട് ആരും കാണേണ്ടതേ ഇല്ല. എന്ന് പറഞ്ഞാൽ 120ഓളം ബാറുകളെ പുതിയ സാഹചര്യത്തിൽ തുറക്കപ്പെടുകയുള്ളൂ. 120 ബാറുകളാണ് തുറക്കപ്പെടുന്നത്. കാര്യം 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ ഒരു 69 എണ്ണവും 3 സ്റ്റാർ ഹോട്ടലുകൾ ഒരു 56 എണ്ണവും ആണ് തുറക്കാൻ സാഹചര്യമുള്ളത്. പിന്നെ ഈ രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത് പോലെ ഇപ്പം 2 സ്റ്റാർ ആയിരിക്കുന്നവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 3 സ്റ്റാർ ആകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ പുതിയ ലൈസൻസിന് ശ്രമിച്ചാൽ കിട്ടില്ല എന്നാണ്. അതങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും. സ്റ്റാർ പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് 3 സ്റ്റാർ ആയി വന്നാൽ കൊടുക്കില്ല. നിലവിൽ FL3 ലൈസൻസ് ഉള്ള മറ്റ് നിയമപ്രശ്നങ്ങളില്ലാത്ത 3 സ്റ്റാർ മുതൽ ഹയർ ക്ലാസിഫിക്കേഷനുള്ള ബാറുകൾക്ക് തുടർന്ന് അത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതല്ലേ പറയുന്നത്? അങ്ങനെയാണ് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ കേട്ടില്ല. അങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമല്ലേ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഇത് മാത്രമേ ഉണ്ടാവൂ. സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ വ്യക്തത വേണം. അതായത് 2 സ്റ്റാർ അപ്ഗ്രേഡ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനി വരുമ്പോൾ മാത്രമേ ഇതിന്റെ പൂർണ്ണമായി അറിയാൻ കഴിയൂ. ആ ഏരിയ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോഴേക്കും മുഖ്യമന്ത്രി അവിടെ ഒരു ഗ്രേ ഏരിയ ആയിട്ടാണ് മുഖ്യമന്ത്രി. പക്ഷേ ഒരു വാചകം അദ്ദേഹം പറയുകയുണ്ടായി, അങ്ങനെ കിട്ടില്ല, ഇപ്പോൾ ലൈസൻസ് ഉള്ള ആളുകൾക്കാണ് അത് നൽകുന്നുണ്ടാവുക എന്ന്. പക്ഷേ ഇതിന്റെ രൂപം പൂർണ്ണമായും വരേണ്ടത് ഫാദർ ടി ജെ ആന്റണിയാണ് വരുന്നു. ഫാദർ ടി ജെ ആന്റണി, ഇവിടെ ഈ 120-ൽ താഴെ ബാറുകളാണ് തുറക്കപ്പെടുന്നത് എങ്കിൽ ഈ സർക്കാർ മദ്യം ഒഴുക്കുന്നു എന്ന ഒരു ആക്ഷേപം പ്രസക്തമാകുമോ? കാരണം മദ്യം ഒഴുക്കാനാണ് ഈ സർക്കാർ ആത്യന്തികമായി ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ ഈ സർക്കാർ ഒരു പിടിവള്ളിയാക്കാം ഈ ദേശീയപാത നിരോധനത്തിൻ്റെ ഉത്തരവ് മറികടക്കാനുള്ള വഴികളെ. അങ്ങനെ ചെയ്തിട്ടില്ല. അന്ന് രാത്രി തന്നെ അതെല്ലാം അടച്ചു. പിന്നെ ഇപ്പോൾ ഒരാക്ഷേപം നിങ്ങൾക്ക് പേരിന് ഉയർത്താമെങ്കിൽ പോലും പൊതുവിൽ ഈ സർക്കാരിൻ്റെ നിലപാട് ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഉത്തരവ് ആ രൂപത്തിൽ തന്നെ പാലിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ സിംഹഭാഗം ഈ പറയുന്ന സ്റ്റാർ ഹോട്ടലുകളും മദ്യശാലകളായി പ്രവർത്തിക്കാത്ത നില ഉറപ്പുവരുത്തുമെന്നാണ്. എന്നിട്ടാണ് ഇത്തരമൊരു നയപരമായ പൊളിച്ചെഴുത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്. രണ്ട് ഭാഗവും നോക്കുമ്പോൾ ഈ സർക്കാർ ഏത് പക്ഷത്താണെന്നാണ് താങ്കൾ വിലയിരുത്തുക? മദ്യവർജന നയവുമായി അധികാരത്തിൽ വന്ന LDF സർക്കാർ ഇന്ന് അവരുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു മാസത്തെയും കാത്തിരിപ്പിന് ശേഷം ഒരു മദ്യനയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് മദ്യനയമെന്നല്ല മരണനയമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചത് മരണനയം തന്നെയാണ്. ഒപ്പം LDF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പതനത്തിൻ്റെ തുടക്കമാണിത്. കാരണം ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ബാറുകൾ, മദ്യശാലകൾ, കള്ള് ഷാപ്പുകൾ, ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഇവ ഞങ്ങൾ തുറന്നേ അടങ്ങൂ എന്ന് പറയുന്ന ജനങ്ങളുടെ മേലുള്ള ഒരു വെല്ലുവിളി കൂടിയാണിത്. കാരണം ഞാനിത് പറയുമ്പോൾ ശ്രീ വേണു ചോദിച്ചു, ഇവിടെ 120 ബാറുകൾ മാത്രമേ തുടങ്ങാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത് മദ്യം ഒഴുക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നത്? ഈ മദ്യനയത്തിൽ നാളിതുവരെയുള്ള സൂചനകൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ സർക്കാരിനെ മദ്യനയത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വേണു. കാരണം ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ, ഡിസംബറിൽ 15-ാം തീയതി വിധി വന്നപ്പോൾ അതിലെ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി പരാജയം ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ബിയർ വൈൻ
ഈ 2014 ഞാൻ സംസാരിക്കട്ടെ സുഹൃത്തെ സുനിൽകുമാർ സാർ, ഞാൻ സംസാരിക്കട്ടെ. അങ്ങയോടാണ്, അതുകൊണ്ടാണ് അങ്ങയോടാണ് ചോദ്യം. 2014 മദ്യം ബാർ നിരോധിച്ച അന്ന് മുതൽ ഞാൻ ഈ ഫാദറിനെ സ്ഥിരമായി ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ ഈ സ്ഥിരമായി ടി വിയിലും കണ്ടുകൊണ്ടിരിക്കണം. മദ്യ നിരോധനത്തിന് വേണ്ടിയാണ് പുള്ളി നിൽക്കുന്നത്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പുള്ളിയോട് ചോദിക്കാനുണ്ട്. അത് ഈ സമൂഹം അറിയേണ്ടതാണ്. ഫാദർ ആൻ്റണിക്ക് ഞാനൊരു ഒന്ന് രണ്ട് പടം കാണിച്ചു തരാം. ഈ ആളുകൾ അറിയാമോ ഇല്ലെന്നുള്ള പുള്ളി പറയണം. കുറച്ച് ദൂരെ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ഫാദർ ആൻ്റണി ആ ദൃശ്യങ്ങൾ കാണാമല്ലോ അല്ലേ? വേണേ നമുക്ക് അത് മാത്രം പിന്നെ ചർച്ച ചെയ്യാൻ വേണു. ഇതെന്ന് പറയുന്നത് ലോകം മുഴുവൻ ഞാനും ബഹുമാനിക്കുന്ന പോപ്പ് തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്, അദ്ദേഹം ബിയർ കഴിക്കുന്ന പടമാണ് കാണുന്നത്. ബിയർ കഴിക്കുന്ന പടമാണ് ഈ കാണുന്നത്. തിരിച്ച് ഇതൊരു ബിഷപ്പ് ഒരു സൽക്കാരം നടത്തുന്നതാണ്, കേരളത്തിൽ നടത്തുന്ന ഒരു സൽക്കാരത്തിൻ്റെ ഫോട്ടോയാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്? ഞാനിത് തിരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട്. ഒരിക്കലും ഇതൊരു തെറ്റാണെന്നോ ഇത് തിരുത്തണമെന്നോ ഞാൻ പറയുന്നു. ഇത് ഓരോരുത്തരുടെ മൗലിക അവകാശമാണ്. അത് അവരുടെ വഴിക്ക് പൊയ്ക്കോട്ടെ. പക്ഷേ ഇത് അവിടെ ആകാമെങ്കിൽ ഇവിടെ ഇതെന്തുകൊണ്ട് പാടില്ല എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെടാത്തത്. ഇത് അവിടെ ആകാം, ഇവിടെ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അരമനകളിലേക്ക് വേണ്ടി 29 അരമനകളിലേക്ക് വേണ്ടി 96,000 ലിറ്റർ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസ് ഇവർ സമ്പാദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറവിൽ ഇത് പരിശോധിക്കാനായിട്ട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ മറ്റാരെയും തന്നെ ഇവർ അവിടെ കടത്താറില്ല. പരിശോധന രീതിയിൽ ഇതൊന്നൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടത്തുന്ന ഉൽപ്പാദനമേ അല്ല. എനിക്ക് പറഞ്ഞു തരാനുള്ള അവസരം തരണം. ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടത്തുന്ന ഒരു വ്യവസായമല്ല. ഇതിൽ 10 ലക്ഷത്തിൻ്റെ ലൈസൻസ് വാങ്ങി 10,000 ലൈസൻസ് വാങ്ങി ഇവർ 1 ലക്ഷം ലിറ്റർ മേലിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. ഇതിൽ പ്രധാന നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെപ്പോലുള്ളവർ ലിക്കർ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങി ഞങ്ങൾ മീഡിയേറ്ററായിട്ട് വിറ്റ് അതിൽ നിന്നൊരു ചെറിയ മാർജിൻ എടുത്ത് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ശമ്പളം എടുത്ത് ടാക്സ് അടച്ച് ഞങ്ങൾ ജീവിക്കുന്നതാണ്. ഇവർ 10 ലക്ഷം രൂപ 1 ലക്ഷത്തിൻ്റെ ലൈസൻസ് എടുത്ത് 10 ലക്ഷം ഉണ്ടാക്കി ഇത് വിൽപ്പന നടത്തുകയോ എന്തായിക്കോട്ടെ, ഇത് നടത്തുമ്പോൾ ഗവൺമെൻറ്റിന് എന്താണ് കിട്ടുന്നത്? യഥാർത്ഥത്തിൽ ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ച് അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു വർഷം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് 100 കോടി രൂപ ഈ വർഷം മുതൽ ഗവൺമെൻറ് ഇൻകമായിട്ട് വരും. എത്രയോ വർഷമായിട്ട് ഒരു ചെറിയ തുച്ഛമായ കാശ് കൊടുത്താണ് ഇവർ ഇത്തരത്തിലുള്ള വ്യവസായം നടത്തുന്നത്. ശരി, ഇനി ഫാദർ ടി ജെ ആന്റണി മറുപടി പറഞ്ഞു. വേണു ചർച്ച വഴിമാറിപ്പോകുന്നതിന് എനിക്ക് ഖേദമുണ്ട്. പക്ഷേ ശരിയായ വഴിയിലാണ് ചർച്ച വേണം. ഞാൻ 2014 മുതൽ ഫാദർ ആന്റണി നടത്തുന്ന ചർച്ചയിൽ ആരാണ് തിരുത്തപ്പെടേണ്ടത്, എവിടെയാണ് തിരുത്തപ്പെടേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ ഇത് കണ്ടിട്ട് എവിടെയാണ് തിരുത്തേണ്ടത്, ഞങ്ങൾ എവിടെയാണ് തിരുത്തേണ്ടത്? കൃത്യമായിട്ട് ഉത്തരം പറയാം. അവിടെ ആകാമെങ്കിൽ ഇവിടെ എന്തുകൊണ്ടായിക്കൂടെന്ന ചോദ്യം അങ്ങ് മാത്രമല്ല, ബഹുമാനപ്പെട്ട LDFന്റെ പ്രതിനിധി വരദരാജൻ സാറും ചോദിച്ചു. എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഇവിടെയുമുണ്ട്. അതിന് ഉത്തരം പറഞ്ഞിട്ട് മറ്റതിലേക്ക് ഞാൻ വരാം. കാരണം കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ട് അവിടെ ആയിരിക്കുന്നത് ഇവിടെ ആയിരിക്കുന്നത് പറയാൻ പറ്റുകയുള്ളൂ. ലോകാരോഗ്യ സംഘടനയും WHO എനിക്ക് പറയാൻ അവസരം തരൂ. 2014 മുതൽ അവസരം തന്നിരിക്കുകയല്ലേ? ഫാദർ പറഞ്ഞോളൂ. ഫാദർ അപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു പ്രദേശത്തിൻ്റെ മദ്യാസക്തിയെ അളക്കുവാൻ ലോകാരോഗ്യ സംഘടന അളക്കുന്ന ഒരു 3 വാക്കുകളുണ്ട്. 1 വർജന സംസ്കാരം, 2 നിയന്ത്രിത മദ്യപാനം, 3 കൈവിട്ടു പോകുന്ന അവസ്ഥ. കേരളം ഇന്ന് കൈവിട്ടു പോകുന്ന ആയിരുന്നു. എന്നാൽ ഇന്ന് 30% മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു എന്നൊരു കണക്ക് ഇവിടെ ഉണ്ട്. കേരളം അവസ്ഥയിൽ മറ്റുള്ള മനുഷ്യർക്ക് 66.26 ഇന്ത്യയിൽ 68, കേരളത്തിൽ 75